ഹായ്, വെൽക്കം ബാക്ക് ടു ടെൻ ടു ലേണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള +1 സോഷ്യോളജിയുടെ ആൻസർ കീ ഡിസ്കഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പറായിരുന്നു പൊതുവേ. അപ്പോൾ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, സാമൂഹ്യ ഗണങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായിട്ടുള്ള അസമത്വത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക ശ്രേണീകരണം എന്നുള്ളത്. എക്സിസ്റ്റൻസ് ഓഫ് സ്ട്രക്ചറൽ ഇനീക്വാളിറ്റീസ് ബിറ്റ്വീൻ ഇൻ സൊസൈറ്റി ഈസ് കോൾഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. രണ്ടാമത് ചോദ്യം, എ സോഷ്യൽ പൊസിഷൻ വിച്ച് പേഴ്സൺ ബൈ ബർത്ത് ഈസ്. ഒരു വ്യക്തിക്ക് ജനനം കൊണ്ട് ലഭിക്കുന്ന സാമൂഹ്യ സ്ഥാനത്തെ നമ്മൾ പറയുന്നത് എന്താണ്? ആരോപിത പദവി എന്നാണ്. ആർജിത പദവി എന്ന് പറഞ്ഞാൽ അദ്ദേഹം നേടിയെടുക്കുന്ന ആർജിത പദവിയല്ല, ആരോപിത പദവിയാണ്. മൂന്നാമത്തെ ചോദ്യം, രക്തബന്ധം വഴിയോ പൂർവികത്വം വഴിയോ ഉണ്ടാകുന്ന ബന്ധത്വത്തെയാണ് ഡാഷ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഏതാണ്? സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. ബഹിർഗണ വിവാഹവുമായി ബന്ധപ്പെട്ടതല്ല, സ്വഗണ വിവാഹമല്ല, വൈവാഹിക ബന്ധുത്വമല്ല. ഓക്കെ, രക്തബന്ധം വഴി വരുന്നത് എന്താണ്? സ്വഗോത്ര ബന്ധുത്വമാണ്. ഓക്കെ, ദ കിൻഷിപ്പ് ത്രൂ ദ ബ്ലഡ് റിലേഷൻ ഈസ് കോമൺലി നോൺ ആസ്, അല്ലേ? അപ്പോൾ സ്വഗോത്ര ബന്ധത്വം എന്നുള്ളത്. ദെൻ സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത് വില്യം ഫൂഡ് വൈറ്റ് ആണ്. ദെൻ ഗവേഷകനും പ്രതികർത്താവും തമ്മിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള റിലേഷനാണ്. അതിന് മുഖാമുഖ സംഭാഷണത്തെയാണ് നമ്മൾ പറയുന്നത് എന്താണ്? അഭിമുഖം, ഇൻ്റർവ്യൂ എന്ന് പറയപ്പെടുന്നത്. ദെൻ ആറാമത്തെ ചോദ്യം, താല്പര്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിനെ സൂചിപ്പിക്കുന്നതിനാണ് സംഘടനം, കോൺഫ്ലിക്റ്റ് എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, ദെൻ അടുത്തത് ഹരിതഗൃഹ വാതകങ്ങൾ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. കാർബൺ ഡൈ ഓക്സൈഡാണ് മെയിൻ, ഇല്ലെങ്കിൽ മീഥേൻ ഉണ്ടെങ്കിൽ മീഥേൻ. അപ്പോൾ മീഥേനാണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളൂ, മീഥേൻ എന്നുള്ളത്. താഴെ പറയുന്നതിൽ മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്, അല്ലേ? മനുഷ്യനിർമ്മിത പരിസ്ഥിതി ദുരന്തത്തിന് ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി. Then the elements of the elementary forms of the religious life എന്നുള്ള പുസ്തകം രചിച്ചിട്ടുള്ളത് എമിലി ദുർഖേമാണ്, അല്ലെ? ദുർഖേം അല്ലെങ്കിൽ ദുർഖേം. ഓക്കെ, ദെൻ വർഗസമരം എന്ന ആശയം കാൾ മാർക്സ്, ക്ലാസ് സ്ട്രഗിൾ കാൾ മാർക്സ്. ദെൻ തൊഴിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മെൻ്റൽ ഫിസിക്കലായിട്ടുള്ള എഫേർട്ട് എടുത്ത് ഒരാൾ ഒരു ലക്ഷ്യം വെച്ച് ഫിസിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലായിട്ടോ രീതിയിൽ അധ്വാനം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അതിനൊരു തൊഴിലെന്ന് പറയുമ്പോൾ അതിനൊരു എൻഡിൽ എന്തുണ്ടാവും? അതിനൊരു പാരിതോഷികം ഉണ്ടാവും. ആ രീതിയിൽ എഴുതി വെച്ചാൽ മതി. ത്രികോണമാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഗവേഷണ രീതി എന്നുള്ള പാഠത്തു നിന്ന് വന്നിട്ടുള്ളതാണ്, അല്ലേ? അതായത് വിവിധ കോണിലൂടെ നിരീക്ഷിക്കുന്ന രീതിയാണ്. വിവിധ കോണുകളിലൂടെ, ഒന്നിലധികം കോണിലൂടെ നിരീക്ഷിക്കുന്ന ഗവേഷണത്തെ ഒന്നിലധികം അല്ലെങ്കിൽ പഠനത്തെ ഒന്നിലധികം കോണിലൂടെ എന്ത് ചെയ്യാണ്? ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ത്രികോണമാപനം എന്ന്, ട്രയാങ്കുലൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് എഴുതിയാൽ മതി. then സാമൂഹിക ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സാമൂഹിക ഘടന? പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തിയിട്ടുള്ള ഇതിനെയാണ്, സമൂഹത്തെ പ്രത്യേക രീതിയിൽ ക്രമപ്പെടുത്തുന്നതിനെയാണ് സാമൂഹിക ഘടന എന്ന് പറയുന്നത്. അതിനൊരു മാതൃകകളുണ്ടാകും. ഉദാഹരണത്തിന് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. സാമൂഹിക പദവി, ഇതൊക്കെയാണ് സാമൂഹിക ഘടനയിൽ പെടുന്നതായിട്ടുള്ളത്. ദെൻ മുതലാളിത്തത്തിൻ്റെ ഏതെങ്കിലും രണ്ട് സവിശേഷത. ലാഭമാണ് ലക്ഷ്യം. ഓക്കെ, ലാഭം എന്നാണ് മുതലാളിത്തത്തിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചർ. എന്താണ്? ലാഭം എന്നുള്ളതാണ്. ഇവിടെ എന്തില്ല? ഒരു വെൽഫെയർ എന്നുള്ളൊരു ലക്ഷ്യം ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാർക്കറ്റിന് വേണ്ടതാണ് അവരെന്ത് ചെയ്യുന്നത്? ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, ദെൻ ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞത് മുതലാളിത്തത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ക്ഷേമരാഷ്ട്രം എന്ന് പറഞ്ഞത് ദാരിദ്ര്യം, അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമം എന്നിവ ഉറപ്പുവരുത്തുന്നതിന് രീതിയിലാണ് ആധുനിക ഡെമോക്രാറ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റുകൾ രൂപം കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ക്ഷേമരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിൽ നിന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.